പാഴ്വസ്തുക്കൾക്ക് നിറം നൽകാം. വൻകരകളുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഗ്രാമങ്ങളിലേക്ക് തേടി ചെന്നിരുന്നില്ലെങ്കിൽ ലോകത്തിന്റെ ചില കോണുകളിലെ നിഗൂഢതകളും സൗന്ദര്യങ്ങളും ഇരുൾമൂടി കിടക്കുമായിരുന്നു. ഏകാന്ത വിചിത്രമായ അനുഭവങ്ങളും ഭൂമിയിലെ മറുപുറ ജീവിതങ്ങളും അറിയപ്പെടാതെ പോകുമായിരുന്നു. അന്യാദൃശമായ മാനവികതയുടെയും മാന്ത്രികത തോൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെയും തുല്യതയില്ലാത്ത കലാനിപുണതയുടെയും മനുഷ്യരുടെ അത്ഭുതകരമായ അതിജീവനത്തിന്റെയും കഥകൾ മറഞ്ഞിരിക്കുമായിരുന്നു. പ്രകൃതി എന്നെ അതിന് നിയോഗിക്കുകയായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിമിത്തം മാത്രം. ലോകത്തെ പല ഫാക്ടറികളിലുമായി നിർമ്മിച്ച സാധനങ്ങൾ വാങ്ങി പലരും ദുബായിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുമ്പോൾ യന്ത്രങ്ങളുടെയോ ടെക്നോളജിയുടെയോ സഹായമില്ലാതെ അതിജീവനത്തിന്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യർ നിർമ്മിക്കുന്ന സാധനങ്ങളാണ് വിപണിയിലെത്തിക്കാൻ ഞാൻ ശ്രമിച്ചത്. കച്ചവട ലാഭത്തിനപ്പുറം വലിയൊരു അനുഭൂതി കൂടിയാണ് അത് നൽകുന്നത്. വലുതും ചെറുതുമായ യന്ത്രങ്ങൾക്കും കമ്പ്യൂട്ടറുകൾക്കും കഴിയാത്തതെന്തോ അത് പാഴ്വസ്തുക്കളിൽ നിന്ന് മനുഷ്യർ തന്റെ കരങ്ങൾ കൊണ്ട് ചെയ്തെടുക്കുന്നു. ഭൂമിയാകെ കുമിഞ്ഞുകൂടുന്ന പാഴ്വസ്തുക്കളുടെ പുനരുപയോഗത്തിലൂടെ പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചാണ് ഞാൻ ഓരോ യാത്രകളും തുടങ്ങിവെച്ചത്. കണ്ണു തുറന്നുള്ള നിരന്തരമായ യാത്രകളും പുതിയ കണ്ടെത്തലുകളും വായനയും എഴുത്തും ആലോചനയും ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ നിന്നിരുന്ന ഒരു കൂട്ടം അധ്വാനശീലരെ വെളിച്ചം കാണിക്കുന്നതിലേക്ക് നയിച്ചു. വായിക്കുന്ന ഓരോ അക്ഷരങ്ങളിലും പുതിയ ലോകത്തെ കണ്ടെത്താനും എഴുതുന്ന ഓരോ വാക്കിലും പുത്തൻ ആശയങ്ങൾ ചുറ്റുമുള്ളവർക്ക് സമ്മാനിക്കാനുമായിരുന്നു എന്റെ ശ്രമം. യാത്രകളിലെ സമയം മുതലെടുത്ത് വായിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന അറിവും ഉത്തേജനവും ആ യാത്രയെ കൂടുതൽ ലക്ഷ്യപൂർണ്ണമാക്കുന്നു. ചുറ്റിനും കാണുന്ന ഒരു വസ്തുവിനെയും നോട്ടം കൊണ്ട് തിരസ്കരിക്കാതെയായിരുന്നു യാത്രകളെല്ലാം. കാണുന്ന ഓരോ വസ്തുവിലും പുതിയ ആശയങ്ങളും കച്ചവട സാധ്യതയും കണ്ടെത്തി. ആ യാത്രകളിൽ പലതും സാഹസികത നിറഞ്ഞതായിരുന്നു. വെല്ലുവിളികൾ തരണം ചെയ്താലുണ്ടാകുന്ന ആത്മഹർഷം ഞാൻ ഏറെ അനുഭവിച്ചു. ലോകത്തിലെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ കോണുകളിൽ നിന്ന് കണ്ടെടുത്ത കരകൗശല വസ്തുക്കൾക്ക് പല ഭൂഖണ്ഡങ്ങളിലെയും സാധു മനുഷ്യരുടെ സർഗാത്മകതയുടെയും അതിജീവനത്തിന്റെയും സഹനീയതയുടെയും കഥകൾ പറയാനുണ്ട്. മനുഷ്യാധ്വാനത്തോടൊപ്പം ചരിത്രവും ഭൂമിശാസ്ത്രവും കലയും ജീവിത സ്വപ്നങ്ങളുമാണ് ഓരോ കരകൗശല ഉൽപ്പന്നത്തിനുള്ളിലും ഒളിഞ്ഞുകിടക്കുന്നത്. ആർട്ടുകളും ക്രാഫ്റ്റുകളും ഓരോ നിയമങ്ങളാണ്. മെസൊപ്പൊട്ടോമിയൻ ജനതയും ഗ്രീക്കുകാരും കണ്ടുപിടിച്ച ഓരോ അക്ഷരങ്ങളിലും സമയം കണക്കാക്കിയിരുന്ന വസ്തുക്കളിലും കലകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. പുരാതന ജനതയുടെ ഗണിതശാസ്ത്ര രീതികൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. പുരാതന ഈജിപ്ത് ലോകചരിത്രത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം അനന്തമാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈജിപ്തിലെ പിരമിഡുകൾ ഇന്നും പുതുമയോടെ ലോക ജനത നോക്കിക്കാണുന്നു. പിരമിഡിനെ മാത്രം കേന്ദ്രീകരിച്ച് ടൂറിസം മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഈജിപ്ഷ്യൻ കലയും വാസ്തുവിദ്യയും പല സംസ്കാരങ്ങളും പകർത്തുകയും അവരുടെ പുരാവസ്തുക്കൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും കടത്തപ്പെടുകയും ചെയ്യപ്പെട്ടു. മൺപാത്ര നിർമ്മാണത്തിലും ചെമ്പ്, കല്ല് തുടങ്ങിയവ കൊണ്ട് വിവിധ വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും അതിവൈദഗ്ധ്യം നേടിയവരായിരുന്നു നൈൽ നദീതീരത്തെ പുരാതന മനുഷ്യർ. നൂൽക്കലും സ്ഫടികപാത്ര നിർമ്മാണവുമെല്ലാമായിരുന്നു ഇവരുടെ തൊഴിലുകൾ. സമയമറിയാൻ സൗരഘടികാരവും ജലഘടികാരവും ഉപയോഗിച്ചിരുന്നതിലൂടെ കലയുമായി എത്രത്തോളം കെട്ടുപിണിഞ്ഞ് കിടക്കുന്നതാണ് അവരുടെ ജീവിതമെന്ന് മനസ്സിലാക്കാം. 16-ാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസ എന്ന അത്ഭുത ചിത്രം ഈ 21-ാം നൂറ്റാണ്ടിലും ആശ്ചര്യത്തോടെ ജനങ്ങൾ നോക്കിക്കാണുമെന്ന് അക്കാലത്ത് ആരും വിചാരിച്ചിട്ടുണ്ടാകില്ല. ഫ്രാൻസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച ചിത്രത്തെക്കുറിച്ച് ഇന്നും ചുരുളഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുണ്ട്. നാം കാണുന്ന ഓരോ അത്ഭുതങ്ങൾക്ക് പിന്നിലും എത്ര അധ്വാനം മറഞ്ഞിരിക്കുന്നുണ്ടാകും. നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് ഉപകരിക്കാവുന്ന ഏതൊരു കാര്യവും പൂർത്തീകരിക്കാൻ പ്രയാസമുള്ള വഴികൾ പിന്നിടേണ്ടി വരും. ആഫ്രിക്കൻ ഗാന്ധി എന്ന നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിലേക്ക് എളുപ്പ വഴികളില്ല. നമ്മുടെ നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്താൻ മരണത്തിന്റെ താഴ്വരകളിലൂടെ പലപ്പോഴും കടന്നു പോകേണ്ടി വരും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കോട്ടേജ് ഇൻഡസ്ട്രി, സസ്റ്റൈനബിൾ ഗ്രോത്ത്, സീസൺ റോ മെറ്റീരിയൽസ്, ലേബർ ഓറിയന്റഡ് പ്രോഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, റൂറൽ ഡെവലപ്മെന്റ്, എക്കോ ഫ്രണ്ട്ലി, ഗ്രീൻ ഇക്കണോമി, SME, MSME, അതായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഇങ്ങനെ തുടങ്ങി അനവധി മേഖലകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന്
അനേകം യാത്രകളിലൂടെ ഉത്തരം കണ്ടെത്താനായി. ഓരോ ഗ്രാമത്തിൽ നിന്നും തനിമയാർന്ന ഒരു ഉൽപ്പന്നം വിപണിയിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യവുമായി ഞാൻ ആവിഷ്കരിച്ച വൺ വില്ലേജ് വൺ പ്രോഡക്റ്റ് എന്ന ആശയവും വിജയകരമായി പല രാജ്യങ്ങളിലും പൂർത്തീകരിക്കാനായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ആഭ്യന്തര യുദ്ധങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും നിറഞ്ഞ പല രാജ്യങ്ങളിലും ക്രാഫ്റ്റ് യൂണിറ്റുകൾക്ക് രൂപം നൽകി അനേകം തൊഴിൽ സാധ്യതകൾ തുറന്നതോടെ ഐക്യരാഷ്ട്രസഭ മൈഗ്രേഷൻ ഏജൻസിയുടെ അംഗീകാരപത്രം ലഭിച്ചത് കൂടുതൽ അവസരങ്ങൾ പലർക്കും നൽകാൻ പ്രചോദനമായി. തൊഴിലവസരങ്ങൾ നൽകിയതിലൂടെ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥി കുടിയേറ്റം കുറയ്ക്കാൻ സാധിച്ചുവെന്ന സത്യത്തിനുള്ള അംഗീകാരമായിരുന്നു അത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് വിവിധ UN ഏജൻസികളുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചത് അന്താരാഷ്ട്ര വേദികളിൽ പ്രബന്ധങ്ങളും സെമിനാറുകളും അവതരിപ്പിക്കാൻ കൂടുതൽ ഊർജം കൈവന്നു. ന്യൂയോർക്കിലെ UN ഹെഡ്ക്വാർട്ടേഴ്സിലെ സന്ദർശനവും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയും പല ഭൂഖണ്ഡങ്ങളിലെയും അവസരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ സമ്മാനിച്ചു. കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള യാത്രകളും ക്ലാസുകളും ഇപ്പോഴും തുടരുന്നു. പല നാടുകളിലും SME ഒരു അസംഘടിത തൊഴിൽ മേഖലയായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം കൂടുതൽ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള മനസ്സിലെ ആശയങ്ങൾ വിപുലപ്പെടുത്താൻ ഏറെ സഹായകമാണ്. ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും അറിയപ്പെടാത്ത ജീവിതങ്ങൾ കരകൗശല മേഖലയുമായി എത്രത്തോത് കെട്ടുപിണഞ്ഞ് കിടക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ മേഖലകളെയെല്ലാം ചലിപ്പിക്കാൻ കൃത്യമായ സംവിധാനമുണ്ടാക്കി. ഫാക്കിയുടെ ഓഫീസിന്റെ പ്രവർത്തനം കണ്ടാൽ പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെയോ SMEയുടെയോ കാര്യാലയമാണെന്ന് തോന്നിപ്പോകുമെന്ന നയതന്ത്ര പ്രതിനിധികൾ അടക്കമുള്ളവരുടെ അഭിനന്ദനത്തിൽ ചാലിച്ച സ്നേഹവാക്കുകൾ നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഊർജമേറ്റി. ആന്റിക് മ്യൂസിയത്തിലെ ഗസ്റ്റ് ബുക്കിലെ ഓരോ താളുകളും മറിച്ചാൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഇന്ധനമാണ് ലഭിക്കുക. 86 രാജ്യങ്ങളിൽ നിന്നായി 27 ഭാഷകളിൽ നയതന്ത്ര പ്രതിനിധികളും വിദേശകാര്യ ഉദ്യോഗസ്ഥരും ഗവർണർമാരടക്കമുള്ള അതിഥികൾ കുറിച്ചിട്ട അഭിപ്രായങ്ങളെയും അഭിനന്ദനങ്ങളെയും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള വിത്തും വളവുമാണെന്ന് വിശേഷിപ്പിക്കാം. ദരിദ്ര കർഷകരെയും കലാകാരന്മാരെയും വീട്ടമ്മമാരെയും സാധാരണ തൊഴിലാളികളെയുമൊക്കെ ചെറുകിട ഉൽപ്പാദകരാക്കി മാറ്റിക്കൊണ്ട് നിരവധി രാജ്യങ്ങളിൽ സംവിധാനിച്ച യൂണിറ്റുകൾ തങ്ങളുടെ രാജ്യങ്ങളിൽ കൂടി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഓരോ ദിവസവും വിദേശകാര്യ ഉദ്യോഗസ്ഥരും അംബാസഡർമാരും ആന്റിക് മ്യൂസിയത്തിൽ എത്തുമ്പോൾ ഗ്രീൻ ഇക്കണോമി, എക്കോ ഫ്രണ്ട്ലി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നോടൊപ്പം വലിയൊരു ശക്തിയുണ്ടെന്ന സാക്ഷ്യപ്പെടുത്തൽ തരുന്ന പ്രചോദനം ചെറുതല്ല. എൻ്റെ ഉപ്പ NP ഹംസ തലശ്ശേരി അങ്ങാടിയിലെ അറിയപ്പെടുന്ന കച്ചവടക്കാരനായിരുന്നു. കേരളത്തിന്റെ നാനാദിക്കിൽ നിന്നും പഴയ ജൂട്ട് ബാഗുകൾ ശേഖരിച്ച് റീസൈക്കിൾ ചെയ്ത് പുത്തനാക്കി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന കച്ചവടമായിരുന്നു ഉപ്പായ്ക്ക്. ഇതിനായി ഉപ്പയുടെ കീഴിൽ നിരവധി തൊഴിലാളികളുണ്ടായിരുന്നു. ഈ ചാക്കുകളിലാണ് പിന്നീട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗോതമ്പും പഞ്ചസാരയും മറ്റു ഭക്ഷ്യസാധനങ്ങളും എത്തിയിരുന്നത്. കീറിയതും നൂലുകൾ പിഞ്ഞിയതുമായ ചാക്കുകൾ നന്നാക്കിയെടുത്തതോടെ ഉപ്പയുടെ എക്കോ ഫ്രണ്ട്ലി ചാക്കുകൾക്ക് ഡിമാൻഡ് ഏറി. കച്ചവടം കടൽ കടന്ന് മറ്റു രാജ്യങ്ങളിലേക്കും എത്തി. ഒരു തരത്തിൽ പറഞ്ഞാൽ പുനരുപയോഗ വസ്തുക്കളിലൂടെ പുതിയ കച്ചവട സാധ്യതകൾ ഞാൻ കണ്ടെത്തുന്നെങ്കിൽ ഉപ്പയുടെ കച്ചവട പാരമ്പര്യം എനിക്ക് ലഭിച്ചതുകൊണ്ടായിരിക്കാം. നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ നിന്ന് പ്രകൃതിദത്ത ചണച്ചാക്കുകളിലേക്കും തുണിസഞ്ചികളിലേക്കും തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ വിപണി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിനായി പ്രത്യേക നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കാൻ പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് ശരിയെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. എൻ്റെ 3-ാം വയസ്സിലാണ് ഉപ്പ ഞങ്ങളെ വിട്ടുപിരിയുന്നത്. 6 മാസം കഴിഞ്ഞ് അനിയത്തിയും ഈ ലോകത്തോട് വിട പറഞ്ഞതോടെ ഉമ്മ ഫാത്തിമത്ത് സുഹറ മാനസികമായി ഏറെ തളർന്നിരുന്നു. പെങ്ങൾ സഹദിയയ്ക്കും ജ്യേഷ്ഠൻ ഫിറോസിനുമൊപ്പം ചെറുപ്രായത്തിലെ കുടുംബത്തിന്റെ ഏറെ ഉത്തരവാദിത്വങ്ങൾ എന്നിലേക്കുമെത്തി. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം തലശ്ശേരി അങ്ങാടിയിലെ ഇരുമ്പ് തുലാസ് കടയിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു. ചെറുവക്കര കുടുംബത്തിലെ ജലാലുക്കയുടെ ലത്തീഫ് ഇൻഡസ്ട്രീസ് ആയിരുന്നു 14-ാം വയസ്സിൽ ഞാൻ ജോലിക്ക് കയറിയ ആ കട. ഇല്ലായ്മകൾ ഇടയ്ക്കിടെ വന്നെത്തി നോക്കുന്ന ഒരിടത്തരം കുടുംബത്തിൽ ജനിച്ച, വൈകുന്നേരം സ്കൂള് വിട്ടുവന്ന് കൊച്ചു കൊച്ചു കച്ചവടങ്ങളിൽ ഏർപ്പെട്ട് വീടിന്റെ ബുദ്ധിമുട്ടുകളിൽ തന്നാലാവും വിധം സഹായം ചെയ്തു വളർന്ന എൻ്റെ കൗമാര ജീവിതവും അറേബ്യൻ തീരം തേടി കടൽ കടന്ന യൗവനാനുഭവങ്ങളും
പഠന പ്രോജക്റ്റുകൾക്കായി ആന്റിക് മ്യൂസിയത്തിലെത്തുന്ന വിദ്യാർത്ഥികളോട് ഞാൻ വിവരിക്കുന്നത് അവരിലത് മാറ്റമുണ്ടാക്കുമെന്ന നിശ്ചയദാർഢ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. മറ്റൊരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു തറ ഒരുക്കി കൊടുക്കലാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തന്നിൽ തന്നെ ഒറ്റപ്പെടുന്നവരെ സാമൂഹികമായി വിളക്കി ചേർക്കാൻ ഏറ്റവും നല്ലത് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം കാണിച്ചു കൊടുക്കലും അതിൻ്റെ കൂടെ നിൽക്കലുമാണ്. കാൽച്ചുവട്ടിൽ അതിജീവനത്തിനുള്ള വകയുണ്ടായിട്ടും അതൊക്കെയും കാണാതെ പോകുന്നവരാണ് അധികവും. കൊഴിഞ്ഞ ഒരിലയും ഒഴിഞ്ഞ ഒരു കുപ്പി പോലും പാടല്ലെന്ന്, അത് പുനരുൽപാദനത്തിനുള്ള വകയാണെന്ന് ഞാൻ എൻ്റെ തൊഴിൽ മേഖലയിലൂടെ അവരെ ഉണർത്തി.